കണ്ണൂരിൽ ഇന്നലെ രാത്രി ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വിവിധയിടങ്ങളിൽ നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. എളയാവൂരിൽ ഒരു വീടിന്റെ മേൽക്കൂര പറന്നുപോയി. ജില്ലയിൽ പലയിടത്തും മരങ്ങൾ വീണ് വൈദ്യുതി ലൈനൊക്കെ പൊട്ടിവീണ് വൈദ്യുതി മുടങ്ങിയിട്ടുമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഫെലിക്സ് ചേരുന്നുണ്ട്. ഫെലിക്സ്, കണ്ണൂര് ഇപ്പോഴും മഴ തുടരുകയാണോ? വിവിധയിടങ്ങളിൽ കനത്ത നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് കണ്ണൂരിലെ വിവരങ്ങൾ? കണ്ണൂരിൽ കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി ശക്തമായ മഴയാണ്. അത് ഇപ്പോഴും തുടരുകയാണ്. ഒരു നിമിഷം പോലും മഴ മാറി നിൽക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ രാത്രി ശക്തമായ മഴയടക്കം അനുഭവപ്പെട്ടു. ആ ശക്തമായ കാറ്റിലാണ് ഈ പറയുന്ന എളയാവൂർ എന്ന സ്ഥലത്ത് ഒരു വീടിൻ്റെ മേൽക്കൂര അപ്പാടെ തന്നെ പറന്നു പോയത്. ഒപ്പം തന്നെ 3 മറ്റു വീടുകളുടെ ഷീറ്റുകളും അവിടെ ഈ കാറ്റത്ത് തകർന്നു പോവുകയുണ്ടായി. ഒപ്പം നെടുമ്പോയിൽ, കൊട്ടിയൂരിനടുത്ത് നെടുമ്പോയിൽ എന്ന സ്ഥലത്ത് ഒരു വീടിന് മുകളിൽ മരം വീണു. 3 പേർക്ക്, ആ വീട്ടിലുണ്ടായിരുന്ന 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ശക്തമായ മഴ തുടരുന്നു എന്നതാണ്. താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറുന്നുണ്ട്. റോഡ് ഗതാഗതം പല സ്ഥലത്തും സ്തംഭിച്ച അവസ്ഥയിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നടുവിൽ ശ്രീകണ്ഠാപുരം റോഡിൽ ഇന്നലെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന റോഡാണ്. അവിടെ 2 പാലങ്ങൾ പണി നടക്കുന്നുണ്ട്. പാലങ്ങൾക്ക് പകരം അവിടെ താൽക്കാലിക റോഡുകളാണ് നിർമ്മിച്ചത്. അത് ഈ കനത്ത മഴയിൽ വെള്ളം വന്ന് അത് ഒലിച്ചു പോകുന്ന സാഹചര്യമുണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജില്ലയിൽ എവിടെയും വൈദ്യുതി ഇല്ല എന്നതാണ്. കാരണം മരം വീണ് പലയിടങ്ങളിലും വൈദ്യുതി തൂണുകൾ തകർന്ന് പോയ അവസ്ഥയിലാണ്. അതുകൊണ്ട് ജില്ലയിലെ ഭൂരിഭാഗം ഇടങ്ങളിലും വൈദ്യുതി ഇല്ല എന്നതാണ്. അത് വലിയ ദുരന്തം സൃഷ്ടിക്കുന്നുണ്ട്. ആളുകൾക്ക് ഓഫീസിലടക്കം പോകേണ്ടവർക്ക് അടക്കം വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. മോട്ടർ അടിക്കാനോ വെള്ളം എടുക്കാനോ ഒന്നും കഴിയാത്തൊരു സ്ഥിതിവിശേഷം പൊതുവെ ഉയരുന്നുണ്ട്. അതുകൊണ്ട് ഇന്നലെ രാത്രി പോയ വൈദ്യുതി ഈ സമയത്തും, ഇന്നലെ രാവിലെ പോയ വൈദ്യുതിയാണ് ഈ സമയത്തും വരാത്തത്. അതുകൊണ്ട് വലിയ ദുരിതം ആളുകൾ അനുഭവിക്കുന്നുണ്ട് എന്നതാണ്. മഴ ഇപ്പോഴും ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. മരങ്ങളൊക്കെ വീണ് വൈദ്യുതി മുടങ്ങിയ ഒരു അവസ്ഥയാണുള്ളത്. നമ്മുടെ ഒരു പ്രേക്ഷകൻ രാജേഷ് കുമാറും പറയുന്നുണ്ട്, കണ്ണൂരിൽ കറണ്ട് ഇല്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്.